5000 ഏക്കർ സ്ഥലത്താണ് ഇത്ര വേളാങ്കണ്ണി പള്ളി സ്ഥിതി ചെയ്യുന്നത്. വേളാങ്കണ്ണിയിലെ ചർച്ചിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി പള്ളിയിൽ വരുന്നത്. അതിന് കൂടുതൽ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെ സ്ട്രൈറ്റ് പോയിട്ട് റൈറ്റിലേക്ക് തിരിയാൻ ഒരാൾ പറയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 4 മണി. റോഡിൽ നിറയെ ആൾക്കാരുണ്ട്. ഭയങ്കര ചൂടാണ് ഇവിടെ. ഇങ്ങനെ ഉച്ചശേഷത്തിന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ രാവിലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങാനും പറ്റില്ല. അത്രയ്ക്ക് ചൂടാണ്. ഇവിടെ കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ചൊക്കെ ഉണ്ട്. വേളാങ്കണ്ണി ബ്രാഞ്ച്. ഇതാണ് കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ച്. ഞങ്ങളിങ്ങനെ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയാണ്. അവിടെ തിരക്കുള്ള സമയങ്ങളിൽ ക്യൂ നിൽക്കാനുള്ള ഏർപ്പാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേളാങ്കണ്ണിയിൽ ഒരു പള്ളി മാത്രമല്ല ഉള്ളത്, ഒരുപാട് പള്ളികളുണ്ട്. വേളാങ്കണ്ണിയിലെ ഏറ്റവും വലിയ സ്റ്റാച്യുവാണ് ആ കാണുന്നത്. അയ്യായിരം ഏക്കർ സ്ഥലത്താണ് ഇത്ര വേളാങ്കണ്ണി പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ആരാധനാലയങ്ങൾ ഇതിനകത്തുണ്ട്. അതെല്ലാം കാണാനും അവിടെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണം. കുറച്ചൊന്നും പോരാ. നമുക്ക് ഊഹിക്കാവുന്നുള്ള 5000 ഏക്കർ സ്ഥലത്തിൻ്റെ വ്യാപ്തി. എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രധാന പള്ളി. ഞങ്ങൾക്ക് ഇവിടെ ഒരു വഴിപാട് കൂടി ചെയ്യേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാന പള്ളി ഏതാണെന്ന് അന്വേഷിച്ചത്. ഇതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന പള്ളി. ഞങ്ങൾ പള്ളിക്കകത്ത് കയറി ഞങ്ങളുടെ വഴിപാടെല്ലാം കഴിച്ച് കുറച്ചു നേരം പള്ളിക്കകത്ത് ചെലവഴിച്ചു വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഈ പ്രധാന പള്ളിയുടെ മുൻവശത്ത് നിന്ന് നോക്കിയാൽ നേരത്തെ കണ്ട ആ വലിയ സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്. പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കുറേ കടകൾ. ഈ വഴി നേരെ പോകുന്നത് വേളാങ്കണ്ണി ബീച്ചിലേക്കാണ്.